വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ കടന്നതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പം ജനത. രാജ്യസഭയും ബില്ല് പാസാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ബില്ല് നിയമമാകുമ്പോൾ മുനമ്പം ജനതയുടെ ഏറെ നാളത്തെ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. അതേസമയം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, മുനമ്പം ജനതയുടെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് ലോക്സഭയിൽ ബില്ല് പാസ്സായതോടെ. ഒപ്പം തന്നെ മുനമ്പം ജനതയുടെ ഏറെ നാളത്തെ പ്രശ്നത്തിനാണ് പരിഹാരം കണ്ടിരിക്കുന്നത്. അതേസമയം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഇന്ന് അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. വിശദാംശങ്ങൾ രേഷ്മ. അഞ്ജന, ഈ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി രാജ്യസഭയിലേക്ക് ഇന്ന് എത്തുകയാണ്. അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് വിടേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ബില്ല് അത് വളരെ വലിയൊരു പ്രതീക്ഷ മുനമ്പം ജനതയ്ക്ക് നൽകിയിരുന്നു. അതിന്മേൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ബില്ല് പാസാക്കിയത്. ആ സമയത്ത് കൂടി ഈ മുനമ്പത്തെ ഈ നിരാഹാര പന്തലിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ആ ആളുകൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അവരെ സംബന്ധിച്ച് 173-ാം ദിവസത്തിലേക്കാണ് ഈ സമരം കടക്കുന്നത്. ആ സമരത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അവർ ഈ ഒരു ഭാഗമായിട്ടാണ് സമരവുമായിട്ട് മുന്നോട്ട് പോയത്. അതിനിടയിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ല് അവർ അതിന് ഭേദഗതി വരുത്തണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അത് ബില്ല് പാസ്സാക്കിയ ഒരു സാഹചര്യത്തിൽ വളരെ വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ട്. എന്തായാലും നമുക്ക് നിലവിൽ ഈ ഒരു സമരസമിതിയുടെ നേതാവായിട്ടുള്ള ജോസഫ് ബിന്നി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഒരിക്കൽ കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ചേട്ടനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കിയ സമയത്ത് വളരെ വലിയൊരു പ്രതീക്ഷയൊക്കെ തന്നെ മുനമ്പം ജനത മുന്നോട്ട് വെച്ചിരുന്നു. അവർ പറയുകയൊക്കെ ചെയ്തിരുന്നു, ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. ഇനി ഉള്ള രാഷ്ട്രീയ നിലപാടിനൊപ്പം മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ രാജ്യസഭയിലും കൂടി നമ്മുടെ ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഇത് പ്രസിഡന്റ് സൈൻ ചെയ്തുകൊണ്ട് നിയമമാവുകയാണ്. ആ നിയമമായി കഴിഞ്ഞാൽ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. അവരെല്ലാം ഞങ്ങൾ നെഞ്ചോട് ചേർക്കുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ശബ്ദം വളരെ നേരത്തെ പാർലമെൻറ്റിൽ അറിയിക്കാൻ പറ്റുകയും അതൊരു ബദൽ സംവിധാനം 28 MP-മാർ ഇവിടെ ഉണ്ട്. അവർക്ക് ഒരു ഞങ്ങളുടെ ഈ രോദനത്തിന് ഒരു ബദൽ സംവിധാനം അവർക്ക് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്തില്ല എന്നുള്ളത് വലിയ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലും വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ രാഷ്ട്രീയ കേരളം മുനമ്പത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു ധ്രുവീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാജ്യസഭ ഇന്ന് ഈ ബില്ല് പരിഗണിക്കുകയാണ്. പിന്നീട് അത് പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് വിടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ ബില്ലിൻ്റെ ചർച്ച നടന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ MP അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ എംപിമാരൊക്കെ എടുത്ത നിലപാട് അതിന് ശക്തിയുക്തം എതിർത്തുകൊണ്ടായിരുന്നു. നേരത്തെ KCBC ആണെങ്കിലും CBCI ആണെങ്കിലും അവരോട് ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾ അകമഴിഞ്ഞൊരു പിന്തുണ ഈ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ നൽകണം, പ്രത്യേകിച്ച് മുനമ്പത്തുകാരുടെ ജീവിത പ്രശ്നമാണെന്നൊക്കെയാണ്. പക്ഷെ അത് തള്ളിക്കളയുന്നൊരു സമീപനമായിരുന്നല്ലോ അവർ ഈ പറയുന്ന സഭയിലാണെങ്കിലും പുറത്തും സ്വീകരിച്ചത്. KCBC ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള പഠനം നടത്തിയതിന് ശേഷമാണ് MP-മാരോട് പറഞ്ഞത് മുനമ്പത്ത് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അത് മുഖവിലക്കെടുക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വേദന ഉളവാക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് വളരെ വിഷമത ഉളവാക്കുന്നതാണ്. അതുപോലെ CBCIയും SNDPയും എല്ലാം ഒരേപോലെ പറഞ്ഞു ഈ രോദനം മുനമ്പംകാരുടെ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നുള്ളത്. എന്നിരുന്നാലും കേരളത്തിലെ ഈ ചെറിയ മൂലയിൽ കിടക്കുന്ന ഈ ജനങ്ങളുടെ ശബ്ദം ഇന്നലെ പാർലമെൻറ്റിൽ നിറഞ്ഞു നിന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി മന്ത്രിയുടെയും ജോർജ് കുര്യൻ മന്ത്രിയുടെയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ജിജി ജോസഫ്, രാജീവ് ചന്ദ്രശേഖർ, അതേപോലെ തന്നെ അനൂപ് ആൻ്റണി, അദ്ദേഹമൊക്കെല്ലാം തുടക്കം മുതലേ തന്നെ ഇവിടെ വന്നിരുന്നു. ഞങ്ങളുടെ ഒരു ശബ്ദമായി അവരവിടെ ഡൽഹിയിൽ നിലയുറപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി വ്യക്തമായിട്ടും ഇവിടുത്തെ ഓരോ കുഞ്ഞിനും അറിയാവുന്നതാണ്. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ഞങ്ങൾ 9 മണിക്ക് തന്നെ നിരാഹാരം സമരം ആരംഭിക്കും. തുടർന്ന് ആഹ്ലാദമായിട്ട് വിജയാഹ്ലാദം ഞങ്ങൾക്കുണ്ട്. അത് ആഹ്ലാദത്തോടെ തന്നെ ഞങ്ങൾ പ്രകടനമായിട്ട് മുന്നോട്ട് പോകും.
അങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഇന്നിപ്പോൾ രാജ്യസഭ പാസ്സാക്കുന്നതോടുകൂടി നാളെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. അതേ അഞ്ജന, അതായത് വളരെ വലിയൊരു സന്തോഷം, അതോടൊപ്പം തന്നെ അവർക്കൊരു ആശ്വാസം കൂടിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയതിലൂടെ, ലോക്സഭ പാസ്സാക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി രാജ്യസഭയിലേക്ക് എത്തുന്നു, അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ തന്നെ KCBC ആണെങ്കിലും CBCI ആണെങ്കിലും, അതായത് കാത്തലിക് ബിഷപ്പ് കൗൺസിലൊക്കെ തന്നെയാണെങ്കിലും അവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ഈ ഒരു വിഷയത്തിൽ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ സഭയ്ക്കുള്ളിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ നൽകണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ യാതൊരു തരത്തിലുമുള്ള അനുകൂല സമീപനമോ നിലപാടോ സഭയിലോ അല്ലെങ്കിൽ പുറത്തോ ഇടതിന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും MP-മാർ സ്വീകരിച്ചിരുന്നില്ല. ഭീമഹർജി ഹൈബിയുടെ MP-ക്ക് നൽകിയിട്ട് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ മുൻപത്തെ തീരദേശ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടം മുതൽ ഈ ഒരു സമരപ്പന്തലിൽ പിന്തുണയുമായിട്ടെത്തിയ BJP വലിയ രീതിയിൽ അവർക്ക് പിന്തുണ മാത്രമല്ല ഒരു ഉറപ്പും നൽകിയിരുന്നു. ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ട് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു BJP സംസ്ഥാന ജില്ലാതല നേതാക്കൾ ഇവിടെ എത്തി അവർക്ക് നൽകിയ വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇനിയുള്ള വരും മണിക്കൂറുകളിൽ ഇവിടെ ഈ ബില്ല് പാസ്സാക്കിയതിലുള്ള ആഹ്ലാദ പ്രകടനം, അതോടൊപ്പം തന്നെ മറ്റ് സമരപരിപാടികളും ഒക്കെ തന്നെ മുന്നോട്ട് നീങ്ങും. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, നമുക്കറിയാം മുൻപത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടക്കാലത്ത്, അതായത് ഈ ഒരു സമരം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയ സമയത്ത് ഈ ജനങ്ങൾക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുൻപത്ത് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ നിയമനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയതാണ്, അത് നമുക്ക് അറിയാവുന്നതുമാണ്. അതിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ അപ്പീലാണെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. അതായത് മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള ഒരു വാദഗതി എന്ന് പറയുന്നത്, ഈ പറയുന്ന സർക്കാരിന്റെ അവകാശമുണ്ട് മുൻപത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ. അതിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുമാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ നടപടി അത് തെറ്റാണ്. വസ്തുതകളൊന്നും തന്നെ സിംഗിൾ ബെഞ്ച് പരിശോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിലെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ആഴ്ച ഈ ഹർജി വന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, അതായത് ഒരു ഇടക്കാല ആവശ്യം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ വഖഫ് ഭേദഗതി ബില്ലൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ജുഡീഷ്യൽ കമ്മീഷനൊന്നും അത്ര കണ്ട് പ്രസക്തി ഉണ്ടാകില്ല. പക്ഷെ ഹൈക്കോടതിയിൽ ഹർജി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വാദഗതികൾ ഏതു വിധത്തിലായിരിക്കും, അതോടൊപ്പം തന്നെ ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ അത്ര കണ്ട് പ്രസക്തവുമായിരിക്കും. ശരി, രശ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ലോകം അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഓരോ ജനങ്ങളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു വഖഫ് എന്ന് പറയുന്നത്. തങ്ങളുടേതായ ഭൂമി പെട്ടെന്നൊരു ദിവസം തങ്ങളുടേതല്ലാതായി മാറുന്ന ഒരവസ്ഥ. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമായിക്കൊണ്ട് ലോക്സഭയിൽ ഇന്നലെ ബില്ല് പാസ്സായി. ഇന്ന് രാജ്യസഭയിലേക്ക് ബില്ലെത്തും. ഒപ്പം തന്നെ ബാക്കി നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ജനം TV എത്തിക്കുക തന്നെ ചെയ്യും.